നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇന്ന് അടിപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് മഴയത്ത് ആടിത്തിമിർക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പം ആദ്യം നമ്മുടെ മുൻഷിച്ചേട്ടനും അനുമോളും രേണു ചേച്ചിയൊക്കെ കൂടെ കിടന്ന് അകത്ത് കിടന്ന് സംസാരിക്കുമായിരുന്നു. അനുവിനോട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണ് മുൻഷിച്ചേട്ടൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ്? അപ്പോൾ അനു പറയുന്നത് പ്രവീണാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പേര് ചോദിക്കുമ്പം അനുമോൾ പറയുന്നുണ്ട്, വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ പേര് പറയുമ്പോൾ അനുമോൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല, എനിക്കറിയത്തില്ല, എല്ലാവരുടെയും ഗെയിം ഡിഫറെൻ്റ് അല്ലേ എന്നുള്ള രീതിയിലൊക്കെ. ആ സമയത്ത് മഴ സമയത്ത് എല്ലാവരും പുറത്തിറങ്ങി പെതുക്കെ ഇങ്ങനെ നടക്കാനും കുട പിടിച്ച് നടക്കാനും ചിലരൊക്കെ മഴയത്ത് കളിക്കാനും തുടങ്ങി. നമ്മുടെ നൂറയും സരിക ചേച്ചിയും കൂടെ നൈസായിട്ട് മൈക്ക് അങ്ങോട്ട് ഊരി വെച്ച് മഴയത്ത് നടക്കല്ലേ അപ്പോൾ മൈക്കിടാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടെ നടന്ന് കാര്യമായിട്ടുള്ള കുശുമ്പും കുന്നായ്മയൊക്കെ ഡിസ്കസ് ചെയ്യാണ്. എന്തൊക്കെയോ വലിയ പ്ലാനിങ് ആണ് രണ്ടുപേരും കൂടി. ബിഗ് ബോസ് നല്ല പണി കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞു സരികയുടെയും നൂറയുടെയും പ്ലാനിങ് ഒക്കെ കൊള്ളാം, അത് കൈ വെച്ചാൽ മതി. ആദ്യം പോയി രണ്ടുപേരും കൂടെ അങ്ങോട്ട് മൈക്ക് എടുത്തിടൂ. അവരുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ മഴയല്ലേ, മൈക്കിടണ്ടല്ലോ, മൈക്കിടാത്ത കൊണ്ട് തന്നെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ മഴയത്ത് നടക്കുന്ന പോലെ സംസാരിക്കാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു പ്ലാനിങ്. പക്ഷേ ബിഗ് ബോസ് അതെടുത്ത് പൊട്ടിച്ചു കൊടുത്തു. ആദ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടും അവർ ചെയ്തില്ല. പിന്നെ ബിഗ് ബോസ് എടുത്ത് വാണിംഗ് പോലെ കൊടുത്തു, സരിക പോയി മൈക്കിടൂ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇവരുടെ ഡാൻസൊക്കെ കണ്ടിട്ട് ബിഗ് ബോസിന് തന്നെ കൊതിയായി. ബിഗ് ബോസ് അവിടെ നിന്ന് പറയാണ്, മക്കളെ നിങ്ങൾക്കൊരു ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഒരു പാട്ടിൻ്റെ കുറവുണ്ട്, ഞാനൊരു പാട്ടങ്ങോട്ട് ഇട്ട് തന്നാലോ എന്ന് പറഞ്ഞിട്ട് ആ ബെർസോരെ മേഘ മേഘ എന്നുള്ള ആ പാട്ട്, മഴയെ സംബന്ധിച്ചുള്ള ആ പാട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പാട്ട് കേട്ടതും അവിടെ പോയി നിന്ന് എല്ലാ ആൾക്കാരും, ആദ്യം നമ്മുടെ ലക്ഷ്മി കുടയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് മറ്റേ നമ്മുടെ ജിസയിൽ കുട മാറ്റാൻ നോക്കിയപ്പോൾ ലക്ഷ്മി വേണ്ട 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 എനിക്ക് ഞാൻ നനയും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതേപോലെ അനുമോള് രേണു മുൻഷിയൊക്കെ അകത്തിരിക്കായിരുന്നു. മാറിയിരുന്ന കുറേ ആൾക്കാരും ഉണ്ട്. പാട്ട് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും സകല ആൾക്കാരും വന്നു. ഇവൻ അനുമോളും രേണുവും ഒക്കെ വന്നു. ആ മഴ നനയണ്ടെന്ന് പറഞ്ഞ് മാറിയിരുന്ന ലക്ഷ്മിയും വന്നു. ശേഷം എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ഡാൻസായിരുന്നു. ഡാൻസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. ഇവൻ നൂറ അതിലെ പോയി എൻ്റെ സങ്കടമൊക്കെ അഭിനയിച്ച് കുറച്ച് നേരമൊക്കെ പിടിച്ച് നിന്നു. പക്ഷേ പാട്ട് കേട്ടപ്പോൾ നൂറയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി നൂറ് ചെന്ന് പറയായിരിക്കും അതിൽ പോയി എൻ്റെ സങ്കടം മറക്കാൻ വേണ്ടി ഞാൻ കളിച്ച ഡാൻസാണെന്ന്. ഒരിക്കലും അല്ല, എല്ലാവരും ആർമാദിച്ച് ശരിക്കും പൊളിച്ചടുക്കിയ ഡാൻസായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കും പാട്ടൊക്കെ കഴിയുമ്പോൾ കുശുമ്പും കുന്നായ്മ മാറിയിരുന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എങ്കിലും സ്റ്റിൽ കാണാനൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അടിച്ച് പൊളിച്ച് അനുമോളൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് ആ മനസ്സിലെ വിഷമൊക്കെ അങ്ങോട്ട് മറന്ന് ആർമാദിച്ച് ഡാൻസൊക്കെ കളിച്ചു. അതിനുശേഷം അങ്ങോട്ട് ബിഗ് ബോസ് ഈ പാട്ട് തീർന്ന് നടത്തിയപ്പം പിന്നെയും ഞങ്ങൾക്ക് പാട്ട് വേണം, അടടാ മഴടാ പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് പാട്ടൊന്നും പിന്നെ ഇട്ട് കൊടുത്തില്ല. ഒരു പാട്ടിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, അതിനൊക്കെ ഉള്ളതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പിന്നെ പാട്ടൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ എല്ലാവരും കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങി, എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. പക്ഷേ ആ ഒരു മൊമെൻറ്റ് അവരുടെ ഒരു മെമ്മറി ആയിട്ട് നിലനിൽക്കും. എന്തായാലും ഫിനാലേക്ക് ഇനി ഒരു ദിവസമോ 2 ദിവസം എന്താ ബാക്കിയുള്ളൂ. സൺഡേ ആണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ. അപ്പം അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക്. ഇതെല്ലാം മറന്നിട്ട് കളിക്കാൻ വന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. എന്തായാലും പാട്ടും ഡാൻസും ഒക്കെ സൂപ്പറായിരുന്നു. നമുക്ക് നോക്കാം ആരാണ് ജയിക്കുന്നത് എന്നുള്ളത്.